രാജ്യത്ത് ഏറ്റവും അധികം കുട്ടികൾ പ്രവേശന പരീക്ഷയുടെ ഭാഗമാകുന്ന നീറ്റ് എക്സാമിനേഷൻ്റെ ചോദ്യപേപ്പറുകൾ ലീക്ക് ഔട്ടായി എന്ന വാർത്ത നമ്മുടെ ദേശീയ സർക്കാരിൻ്റെ പിടിപ്പുകേടിനുള്ള മറ്റൊരു തെളിവ് കൂടിയാണ്. ഏതാണ്ട് 22 ലക്ഷത്തിലധികം ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളെയും വിദ്യാർത്ഥികൾ കഴിഞ്ഞ മെയ് 3-ാം തീയതി പരീക്ഷാ ഹാളിലേക്ക് എത്തുന്നത് നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ നീണ്ട കാലത്തെ വലിയ പരിശ്രമങ്ങളുടെ തുടർച്ചയായിട്ടാണ്. ഈ പരീക്ഷ രാജ്യത്താകെ 2019 മുതൽ നടത്തിക്കൊണ്ടിരിക്കുന്ന നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അതിൻ്റെ പൂർണ്ണ നിയന്ത്രണം കേന്ദ്ര സർക്കാരിനാണ്. ഈ പരീക്ഷയുടെ ചോദ്യപേപ്പർ തയ്യാറാക്കുന്നത് രഹസ്യമായും അത് പ്രിന്റ് ചെയ്ത് 100% സുരക്ഷിതത്വത്തോടെ രാജ്യത്തിൻ്റെ വിവിധ പരീക്ഷാ കേന്ദ്രങ്ങളിൽ എത്തിക്കുവാനുള്ള ഉത്തരവാദിത്വവും ഈ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയെ നിയന്ത്രിക്കുന്ന ദേശീയ സർക്കാരിനാണെന്ന് ഏവർക്കും അറിയാം. ഇതിൻ്റെ ചോദ്യപേപ്പറുകൾ പ്രിന്റ് ചെയ്യുന്നത് മഹാരാഷ്ട്രയിലെ നാസിക്കിലെ കേന്ദ്ര സർക്കാർ, പ്രത്യേകിച്ച് രാജ്യത്തിൻ്റെ ധനകാര്യ വകുപ്പ് നേരിട്ട് നിയന്ത്രിക്കുന്ന അതീവ സുരക്ഷിതത്വമുള്ള പ്രസ്സിലാണ്. അവിടെ തന്നെയാണ് രാജ്യത്തിൻ്റെ കറൻസികളും നമ്മുടെ മുദ്രപത്രങ്ങളുമൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത്. അത്ര രഹസ്യ സ്വഭാവമുള്ള സുരക്ഷിതത്വം ആവശ്യമുള്ള ആ പ്രസ്സിൽ നിന്ന് നോക്കൂ, നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പറുകൾ കെമിസ്ട്രിയും ബയോളജിയും തുടങ്ങിയ പേപ്പറുകളുടെ കോപ്പികൾ പുറത്തു വരുന്നു. അത് നിരവധി സംസ്ഥാനങ്ങളിൽ, രാജസ്ഥാൻ, ഹരിയാന, ബീഹാർ, എന്തിനേറെ പറയുന്നു, രാജസ്ഥാനിക്കാരനായ വിദ്യാർത്ഥി കേരളത്തിൽ അവൻ്റെ പഠനം തുടരുമ്പോൾ ആ കുട്ടിക്കുൾപ്പെടെ ലഭിക്കുന്ന തരത്തിലുള്ള വലിയ ഒരു അട്ടിമറി ഈ പരീക്ഷയിൽ ഇതാ നടന്നിരിക്കുന്നു. ഇനിയും ആ പരീക്ഷയുടെ പുതിയ ഡേറ്റ് തീരുമാനിക്കും. വീണ്ടും ആ പരീക്ഷ നടക്കുമ്പോൾ അത് നീറ്റ് പരീക്ഷയിലൂടെ ക്വാളിഫിക്കേഷൻ നേടി പുറത്തു വരുന്ന വിദ്യാർത്ഥികൾ വരും ദിവസങ്ങളിൽ ജോയിൻ ചെയ്യേണ്ട വിവിധ കോഴ്സുകളുടെ പ്രവേശനവും മറ്റും അവതാളത്തിലാകും. എന്ന് പറഞ്ഞാൽ 22 ലക്ഷത്തോളം കുട്ടികൾ കേവലം പരീക്ഷ എഴുതി മാത്രമല്ല വീട്ടിലിരുന്നത്, മറിച്ച് അതിൻ്റെ ഫലം പൂർണ്ണമായി പ്രഖ്യാപിച്ചതിന് ശേഷം അതിനെ മുൻനിർത്തി രാജ്യത്തിൻ്റെ വിവിധ സർവകലാശാലകളിൽ MBBS, BDS, മറ്റൊട്ടേറെ ആരോഗ്യ സംബന്ധമായ കോഴ്സുകളിൽ ചേരേണ്ട വിദ്യാർത്ഥികളുടെ അടുത്ത വർഷത്തെ പഠനത്തെ ഉൾപ്പെടെ ഉത്കണ്ഠപ്പെടുത്തുന്നതാണ് ഈ പുതിയ അട്ടിമറി. 2019 മുതലാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഈ പരീക്ഷ നടത്തുന്നതെങ്കിൽ 2024 തന്നെ ഭാഗികമായി ചോദ്യപേപ്പറുകളിൽ ചില പിശകുകൾ ഉണ്ടായതുകൊണ്ട് ഏതാണ്ട് 1800 കുട്ടികളെ കൊണ്ട് രണ്ടാമത് പരീക്ഷ എഴുതിക്കേണ്ട സാഹചര്യവും ഉണ്ടായിരുന്നു. എന്ന് പറയുമ്പോൾ രാജ്യത്തിൻ്റെ നിർണായകമായ അഭിമാനകരമായ ചില ഉത്തരവാദിത്തത്തോടെ നടത്തേണ്ട പരീക്ഷകൾ പോലും നടത്താൻ കഴിയാത്ത തരത്തിലേക്ക് ദേശീയ സർക്കാർ അവരുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടുകയോ പരാജയപ്പെടുകയോ ചെയ്തുകൊണ്ടിരിക്കുന്നുവെന്ന് ഇവിടെ തെളിയിക്കുകയാണ്. ഈ വാർത്ത ഇന്ത്യക്കുള്ളിൽ മാത്രമല്ല ലോകത്തിലാകെ കഴിഞ്ഞ ദിവസങ്ങളിൽ എത്തിയിട്ടുണ്ട്. രാജ്യത്തിൻ്റെ അഭിമാനകരമായ രഹസ്യ സ്വഭാവത്തോടെ വിദ്യാർത്ഥികളുടെ ഭാവിയെ മുൻനിർത്തി സുപ്രീം കോടതിയുടെ കർക്കശ നിർദ്ദേശത്തിൻ്റെ ഭാഗമായി എല്ലാ വർഷവും നടത്തുന്ന ഒരു പരീക്ഷ കൃത്യസമയത്ത് നടത്തി അതിൻ്റെ സുരക്ഷിതത്വം മുൻനിർത്തി അതിൻ്റെ രഹസ്യ സ്വഭാവം അട്ടിമറിക്കാതെ നടത്തിക്കൊണ്ടു പോകാൻ പോലും കഴിയാത്ത തരത്തിലേക്ക് നമ്മുടെ ഫിനാൻസ് വകുപ്പ്, ധനവകുപ്പ്, ദേശീയ ആരോഗ്യ വകുപ്പ് ഇവയൊക്കെ അവരുടെ ഉത്തരവാദിത്വം മറന്ന് ഇത്തരത്തിൽ അരാജകത്വത്തിലേക്ക് കാര്യങ്ങളെ എത്തിക്കുമ്പോൾ നോക്കൂ, ഇത്തരം അട്ടിമറികൾ നടത്തിയ ആളുകളെ ഒരുപക്ഷെ നാളെ CBI അറസ്റ്റ് ചെയ്തേക്കാം. എന്നാൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഞങ്ങൾക്ക് കഴിയുമെന്ന് കുറേ മാഫിയ
പ്രവർത്തകർ സർക്കാരിനെ വെല്ലുവിളിക്കുമ്പോൾ നോക്കൂ, ദേശീയ സർക്കാർ, നരേന്ദ്രമോദി സർക്കാർ മറ്റ് വിഷയങ്ങളിലെന്ന പോലെ ക്രൂഡ് ഓയിൽ വിഷയത്തിൽ, വളം രാജ്യത്തേക്ക് ഇറക്കുമതി ചെയ്യുന്ന കാര്യത്തിൽ, രൂപയുടെ വില നിരന്തരമായി ഇടിയുന്ന കാര്യത്തിൽ, വിലക്കയറ്റം രൂക്ഷമാകുന്ന കാര്യത്തിൽ ഇതാ കുട്ടികൾക്ക് വേണ്ടി ഉത്തരവാദിത്തത്തോടെ ഒരു പരീക്ഷ നടത്തി അതിൻ്റെ ഫലം കൃത്യമായി പ്രഖ്യാപിക്കുന്ന കാര്യത്തിൽ പോലും വൻ പരാജയമായിരിക്കുന്നു. ഇവിടെയാണ് മോദി സ്തുതി പാടുന്ന മാധ്യമങ്ങളും മോദി ഭക്തന്മാരും അവരുടെ സമീപനങ്ങളെ ഇനിയെങ്കിലും തിരുത്താൻ മുന്നോട്ട് വരേണ്ടത്.